ബീഹാറിൽ നിതീഷ് കുമാർ തന്നെ മുഖ്യമന്ത്രിയാകുമെന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞത്. കുടുംബാധിപത്യത്തിന് ഇനി ഡൽഹിയിലും ബീഹാറിലും സ്ഥാനമുണ്ടാകില്ല. ബീഹാറിൽ NDA 3-2 ഭൂരിപക്ഷം നേടുമെന്നും പ്രധാനമന്ത്രിക്ക് എതിരായ പരാമർശത്തിലൂടെ രാഹുൽ ഗാന്ധി ഛാട്ട് പൂജയെ അപമാനിച്ചുവെന്നും അമിത്ഷാ വിമർശിച്ചു. मैं आपके चैनल के माध्यम से देश भर के दर्शकों को इतना जरूर बताना चाहता हूं कि इस बार हम 2/3 बहुमत से ज्यादा सीटें जीतकर बिहार में सरकार बनाएंगे। मैं जब 2/3 बहुमत कह रहा हूं तब हम NDA की बात कर रहे हैं। NDA का गठबंधन 2/3 बहुमत से ज्यादा सीटें जीतकर मोदी जी और नीतीश जी के नेतृत्व में यहां सरकार बनाएगा। और मैं सारे देश के दर्शकों को ये भी बताने जा रहा हूं कि मैं जितना घूमा हूं बिहार में अभी, मैं स्पष्ट रूप से देख रहा हूं कि एक वेव NDA के पक्ष में है और हमारी सीटों के मार्जिन में भी अप्रत्याशित बढ़ोतरी इस बार होने वाली है। और हम नीतीश कुमार जी के नेतृत्व में ही चुनाव लड़ रहे हैं, कोई कंफ्यूजन NDA गठबंधन में नहीं। तो इसका मतलब वही चुनाव के बाद वही मुख्यमंत्री बनेंगे? मैंने बहुत स्पष्टता से कहा है कि हम उनके नेतृत्व में चुनाव लड़ रहे हैं। യെസ്, അതോടൊപ്പം തന്നെ കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 25% വോട്ട് BJP നേടുമെന്നും അമിത്ഷാ പറഞ്ഞു. വാർത്തയുടെ വിശദാംശങ്ങളുമായി MG മിഥുൻ ചേരുന്നുണ്ട്. മിഥുൻ, ബീഹാറിലെ തെരഞ്ഞെടുപ്പാണ്. സ്വാഭാവികമായും ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത് ബീഹാറിലേക്ക് തന്നെയാണ്. അവിടെ ഇതാ NDA അധികാരത്തിൽ വരുമെന്ന് ഉറപ്പിക്കുന്നു അമിത്ഷാ. അതോടൊപ്പം കേരളത്തിൽ 25% വോട്ട് BJP നേടും എന്നാണ് അമിത്ഷാ പറയുന്നത്. നേരത്തെ തന്നെ കേരളത്തിലെത്തിയ അമിത്ഷാ നേതൃത്വത്തിന് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകുകയും ചെയ്തതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ഫോക്കസ് ചെയ്യണം, ഒരുപക്ഷെ വളരെ പ്രമുഖരായ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചേക്കുമെന്നും ഒക്കെയുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നല്ലോ. അത് ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണോ അമിത്ഷാ? അഭിലാഷ്, ന്യൂസ് 8 നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് ഇത് സംബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ അമിത്ഷാ വിശദീകരിച്ചിരിക്കുന്നത്. പ്രധാനമായും ബീഹാർ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ അവിടെ വീണ്ടും NDA അധികാരത്തിൽ വരുമെന്ന് ആവർത്തിച്ച് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുന്നു. അതേസമയം ബീഹാർ മുഖ്യമന്ത്രി ആരാകുമെന്നുള്ള കാര്യത്തിൽ ചില അനിശ്ചിതത്വം NDA സംബന്ധിച്ച് ഉണ്ടായിരുന്നു. അതായത് നിതീഷ് കുമാർ തന്നെ ആകുമോ എന്നുള്ള ചോദ്യത്തിൽ നിന്ന് നേരത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഒഴിഞ്ഞു മാറിയിരുന്നു. ഒപ്പം തന്നെ പ്രധാനമന്ത്രി ബീഹാറിലെത്തി പര്യടനം നടത്തിയപ്പോഴും മുഖ്യമന്ത്രിയെ കുറിച്ചുള്ള കാര്യത്തെക്കുറിച്ച് ചില പരാമർശങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല എന്നുള്ളതാണ്. പക്ഷേ JDU അക്കാര്യം പ്രതീക്ഷിക്കുകയും ചെയ്തൊരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് നിതീഷ് കുമാർ ആ ആവശ്യം മുന്നോട്ട് വെക്കുകയും ചെയ്ത സാഹചര്യത്തിൽ കൂടിയും പ്രധാനമന്ത്രിയും അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്താത്ത രീതിയിലായിരുന്നു കാര്യങ്ങൾ പോയിരുന്നത്. പക്ഷേ ഇപ്പോൾ അക്കാര്യത്തിലൊരു സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതായത് ബീഹാറിൽ നിതീഷ് കുമാർ തന്നെ മുഖ്യമന്ത്രിയാകുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു വെക്കുകയും ചെയ്തു. 3-2 ഭൂരിപക്ഷം നേടി NDA ബീഹാറിൽ വീണ്ടും അധികാരത്തിൽ വരുമെന്നുള്ള ഒരു പ്രഖ്യാപനമാണ് ഇപ്പോൾ അമിത്ഷായുടെ ഭാഗത്തുനിന്ന് വന്നത്. അതേസമയം രാഹുൽ ഗാന്ധിക്കെതിരെയും വളരെ രൂക്ഷമായിട്ടുള്ള വിമർശനം ഇത്തരത്തിൽ അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്തു. ഛട്ട് പൂജയെ അപമാനിക്കുന്ന തരത്തിൽ പ്രധാനമന്ത്രിക്കെതിരായ പരാമർശം അദ്ദേഹം ചേർത്ത് വായിക്കപ്പെടുകയും ചെയ്തു. ഒപ്പം തന്നെ ഈ കാലയളവിൽ ഇത്തരത്തിൽ മഹാസഖ്യം എന്ന് പറയുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്തൊരു സഖ്യമാണ്. അതായത് ഒരു തട്ടിക്കൂട്ട് സഖ്യമായി മഹാസഖ്യം മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു രീതിയിലും അവർക്ക് വിജയിക്കാൻ ആകില്ല എന്നുള്ള കാര്യം അദ്ദേഹം ആവർത്തിച്ച് പറയുകയും ചെയ്തു. അതിനിടയിലാണ് ഇത്തരത്തിൽ കേരളത്തിൽ നമുക്കറിയാം തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇനി കുറച്ച് നാളുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അതിൻ്റെ വിജ്ഞാപനമടക്കം പ്രഖ്യാപിക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് അദ്ദേഹം ഇത്തരത്തിലൊരു സുപ്രധാനമായിട്ടുള്ള ഒരു പരാമർശം നടത്തിയിരിക്കുന്നത്. അതായത് 25% വോട്ട് ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ BJP സ്വന്തമാക്കുമെന്നുള്ള ഒരു കാര്യമാണ് അദ്ദേഹം പ്രഖ്യാപിക്കുന്നത്. നേരത്തെ മിഷൻ സൗത്ത് എന്ന രീതിയിൽ തമിഴ്നാട്ടിലും കേരളത്തിലുമൊക്കെ സമാന രീതിയിൽ ഇത്തരത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ സന്ദർശനം ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ കേരളത്തിൽ ഈ സന്ദർശന വേളയിൽ ചില കാര്യങ്ങൾ നേതാക്കളെ അദ്ദേഹം ബോധ്യപ്പെടുത്തിക്കും. അതായത് മേഖലാ സന്ദർശനങ്ങളിലൊക്കെ കൃത്യമായ രീതിയിൽ തന്നെ മുതിർന്ന നേതാക്കൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു. നമ്മൾ തന്നെ ചില വാർത്തകളും പങ്കുവെച്ചതാണ്. അതായത് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെയും പോകണം, അതിൽ മുൻ കേന്ദ്രമന്ത്രിയായിട്ടുള്ള V മുരളീധരനെ അടക്കം മത്സരിപ്പിച്ചേക്കുമെന്നുള്ള ചില സൂചനകൾ, അത്തരത്തിലെ വിവരങ്ങളൊക്കെ പുറത്തു വന്നതാണ്. അത് നമ്മൾ ന്യൂസ് 18 തന്നെ പുറത്തുവിട്ട ചില വാർത്തകളായിരുന്നു. അതൊക്കെ ശരിവെക്കുന്ന തരത്തിൽ തന്നെയാണ് മുതിർന്ന നേതാക്കളെ രംഗത്തിറക്കിക്കൊണ്ട് ഇത്തരത്തിൽ BJPയുടെ ഒരു മുന്നേറ്റം ഇത്തവണ ഉണ്ടാകുമെന്ന് അദ്ദേഹം പ്രതികരിക്കുന്നത്.
25% വോട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടാനാകുമെന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് ഇപ്പോൾ അമിത്ഷാ പങ്കുവച്ചിരിക്കുന്നത്. അതേ രീതിയിൽ തന്നെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും സമാനമായ രീതിയിൽ കൂടുതൽ സീറ്റുകൾ കൈവരിക്കാനാകുമെന്നുള്ളതാണ് മിഷൻ. 2031 പ്രതിപക്ഷത്ത് BJP എത്തുമെന്നുള്ള രീതിയിലുള്ള ചില പ്രചരണങ്ങൾ BJP ക്യാമ്പിൽ നിന്ന് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഇത് സംബന്ധിച്ചുള്ള ചില പ്രതികരണങ്ങൾ നേരത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ പങ്കുവച്ചതാണ്. ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 25% വോട്ട് BJP നേടുമെന്നുള്ള ഒരു അവകാശവാദം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആത്മവിശ്വാസം അദ്ദേഹം പങ്കുവെക്കുകയും ചെയ്യുന്നു. ഈ ഒരു ബീഹാറിൽ 3-2 ഭൂരിപക്ഷത്തോടു കൂടി സർക്കാർ അധികാരത്തിൽ വരുമെന്ന് പറയുന്നു. ഒപ്പം കേരളത്തിൽ വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 25% വോട്ടുകൾ ആണ് BJP കരസ്ഥമാക്കാൻ പോകുന്നത് എന്ന അവകാശവാദം കൂടിയാണ് ന്യൂസ് 18 നൽകിയിട്ടുള്ള പ്രത്യേക അഭിമുഖത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതികരിച്ചത്.